ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ടെക്നോളജി ലോകത്തെ ഒരു അത്ഭുതത്തെക്കുറിച്ചാണ്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരും നേതാക്കളും എല്ലാം കയ്യിൽ കൊണ്ടുനടന്ന ഒരു ഫോൺ ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് ബ്ലാക്ക്ബെറി. കറുത്ത നിറമുള്ള ധാരാളം ബട്ടണുകളുള്ള ആ ഫോൺ ഒരു അഭിമാനത്തിന്റെ ചിഹ്നമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ പോലും ഉപയോഗിച്ചിരുന്ന ഫോണായിരുന്നു അത്. എന്നാൽ ഇന്ന് ആ ഫോൺ എവിടെയാണ്? ആർക്കും വേണ്ടാതെ അത് എവിടെയോ മറഞ്ഞുപോയി. എങ്ങനെയാണ് ലോകം അടക്കി ഭരിച്ച ഒരു കമ്പനി പെട്ടെന്ന് തകർന്നു പോയത്? അതൊരു വലിയ കഥയാണ്. വിജയത്തിന്റെയും പിന്നീട് വന്ന വലിയ പരാജയത്തിന്റെയും കഥ. നമുക്ക് ആ ചരിത്രം ഒന്ന് പരിശോധിക്കാം. ഈ കഥ തുടങ്ങുന്നത് കാനഡയിൽ നിന്നാണ്. 1984-ൽ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് ഒരു കമ്പനി തുടങ്ങി. മൈക്കിൾ ലെസാരിഡിസ്, ഡഗ്ലസ് ഫ്രെഗിൻ എന്നിവരായിരുന്നു അവർ. റിസർച്ച് ഇൻ മോഷൻ അഥവാ റിം എന്നായിരുന്നു അവരുടെ കമ്പനിയുടെ പേര്. തുടക്കത്തിൽ അവർ ഫോണുകൾ ഉണ്ടാക്കിയിരുന്നില്ല. ടിവിയിൽ വിവരങ്ങൾ കാണിക്കാനുള്ള സാങ്കേതികവിദ്യയാണ് അവർ വികസിപ്പിച്ചത്. പിന്നീട് അവർ വയർലെസ് സാങ്കേതികവിദ്യയിലേക്ക് തിരിഞ്ഞു. സന്ദേശങ്ങൾ അയക്കാൻ കഴിയുന്ന പേജറുകളാണ് അവർ ആദ്യം ഉണ്ടാക്കിയത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉപകരണമായിരുന്നു അത്. 90കളുടെ അവസാനമാണ് യഥാർത്ഥ മാറ്റം തുടങ്ങിയത്. അക്കാലത്ത് ഇമെയിൽ അയക്കണമെങ്കിൽ കമ്പ്യൂട്ടർ തന്നെ വേണമായിരുന്നു. യാത്ര ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇതിനൊരു പരിഹാരം കാണാൻ റിം തീരുമാനിച്ചു. 1999-ൽ അവർ പുതിയൊരു ഉപകരണം ഇറക്കി. ബ്ലാക്ക്ബെറി 850 എന്നായിരുന്നു അതിന്റെ പേര്. ഇതൊരു ഫോൺ ആയിരുന്നില്ല, മറിച്ച് സന്ദേശങ്ങൾ അയക്കാനുള്ള പേജർ ആയിരുന്നു. പക്ഷേ ഇതിൽ ഇമെയിൽ അയക്കാൻ കഴിയുമായിരുന്നു. കീബോർഡ് ഉള്ളതുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഇത് ബിസിനസ് ലോകത്ത് വലിയ മാറ്റം കൊണ്ടുവന്നു. ഈ ഉപകരണത്തിന് ബ്ലാക്ക്ബെറി എന്ന പേര് വന്നതിന് പിന്നിലും ഒരു കഥയുണ്ട്. ഇതിന്റെ കീബോർഡിലെ ചെറിയ ബട്ടണുകൾ കണ്ടപ്പോൾ ചിലർക്കത് ഒരു പഴത്തെ പോലെ തോന്നി. ബ്ലാക്ക്ബെറി പഴത്തിന്റെ പുറംഭാഗം പോലെ ഉരുണ്ട ചെറിയ ബട്ടണുകൾ. അങ്ങനെയാണ് ആ പേര് വന്നത്. ആ പേര് പിന്നീട് ലോകം മുഴുവൻ പ്രശസ്തമായി. 2000ങ്ങളുടെ തുടക്കത്തിൽ അവർ ഫോൺ നിർമ്മാണത്തിലേക്ക് കടന്നു. അതുവരെ ഫോൺ എന്നാൽ സംസാരിക്കാൻ മാത്രമുള്ളതായിരുന്നു. എന്നാൽ ബ്ലാക്ക്ബെറി ഫോണുകൾ വന്നതോടെ കാര്യങ്ങൾ മാറി. ഫോണിലൂടെ ഇമെയിൽ നോക്കാമെന്നത് വലിയ കാര്യമായി മാറി. ഓഫീസിലെ കാര്യങ്ങൾ എവിടെയിരുന്നും ചെയ്യാമെന്ന അവസ്ഥ വന്നു. ബിസിനസ് മാനേജർമാർക്കും കമ്പനി മേധാവികൾക്കും ഇത് വലിയ ആശ്വാസമായി. ബ്ലാക്ക്ബെറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ കീബോർഡായിരുന്നു. കമ്പ്യൂട്ടറിലെ കീബോർഡ് പോലെ എല്ലാ അക്ഷരങ്ങളും അതിലുണ്ടായിരുന്നു. ഇതിനെ ക്വിർട്ടി കീബോർഡ് എന്ന് വിളിക്കുന്നു. രണ്ട് വിരലുകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ ടൈപ്പ് ചെയ്യാൻ ഇതിലൂടെ സാധിച്ചു. ആളുകൾക്കിത് വളരെ ഇഷ്ടമായി. നോക്കിയ ഫോണുകളിൽ ഒരു ബട്ടൺ പലതവണ അമർത്തിയാലേ അക്ഷരം വരൂ. എന്നാൽ ബ്ലാക്ക്ബെറിയിൽ ഒറ്റ തവണ അമർത്തിയാൽ മതി. മെസ്സേജുകൾ അയക്കാൻ ഇത്രയും നല്ലൊരു ഫോൺ വേറെ ഉണ്ടായിരുന്നില്ല. ആളുകൾക്ക് ഈ ഫോൺ വലിയ ലഹരിയായി മാറി. എപ്പോഴും ഫോണിൽ മെസ്സേജ് നോക്കുന്ന ശീലം ആളുകൾക്ക് വന്നു. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും അവർ ബ്ലാക്ക്ബെറി നോക്കി. ബാത്റൂമിൽ പോകുമ്പോൾ പോലും ഫോൺ കൊണ്ടുപോകുന്ന അവസ്ഥയായി. മയക്കുമരുന്ന് പോലെ ആളുകളെ അടിമപ്പെടുത്തിയതുകൊണ്ട് ഇതിനെ ക്രാക്ക്ബെറി എന്ന് തമാശയായി വിളിക്കാൻ തുടങ്ങി. അത്രയധികം സ്വാധീനം അത് ജനങ്ങളിൽ ഉണ്ടാക്കി. ബ്ലാക്ക്ബെറി ഫോണുകൾക്ക് വലിയ സുരക്ഷയുണ്ടായിരുന്നു. ഇതിലൂടെ അയക്കുന്ന സന്ദേശങ്ങൾ ആർക്കും ചോർത്താൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് വലിയ കമ്പനികളും സർക്കാരുകളും ബ്ലാക്ക്ബെറി മാത്രം ഉപയോഗിക്കാൻ തുടങ്ങി. അമേരിക്കൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ബ്ലാക്ക്ബെറി നിർബന്ധമായിരുന്നു. തീവ്രവാദ ആക്രമണങ്ങൾ നടന്ന സമയത്ത് മറ്റ് ഫോൺ നെറ്റ്വർക്കുകൾ ജാം ആയപ്പോൾ ബ്ലാക്ക്ബെറി മാത്രം പ്രവർത്തിച്ചു. ഇത് അവരുടെ വിശ്വാസ്യത കൂട്ടി. 2005-ൽ അവർ പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നു. ബ്ലാക്ക്ബെറി മെസഞ്ചർ അഥവാ BBM. ഇത് വലിയൊരു വിപ്ലവമായിരുന്നു. വാട്സപ്പ് വരുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് വന്ന സംവിധാനമാണിത്. ബ്ലാക്ക്ബെറി ഫോൺ ഉള്ളവർക്ക് ഇന്റർനെറ്റ് വഴി സൗജന്യമായി മെസ്സേജ് അയക്കാം. ഓരോരുത്തർക്കും പിൻ നമ്പർ ഉണ്ടായിരുന്നു. ഈ പിൻ നമ്പർ കൈമാറിയാൽ ചാറ്റ് ചെയ്യാം. മെസ്സേജ് വായിച്ചാൽ അറിയാൻ കഴിയുന്ന സംവിധാനം അന്ന് അത്ഭുതമായിരുന്നു. യുവാക്കൾക്കിടയിൽ ഇത് വലിയ ഹരമായി. BBM പിൻ ചോദിക്കുന്നത് ഒരു സ്റ്റൈലായി മാറി. 2007 ആയപ്പോഴേക്കും ബ്ലാക്ക്ബെറി ലോകത്തിന്റെ നെറുകയിലെത്തി. വിപണിയിലെ പകുതിയിലധികം ഫോണുകളും അവരുടേതായിരുന്നു. റിം കമ്പനിയുടെ ഓഹരി വില കുതിച്ചു കയറി. കാനഡയിലെ ഏറ്റവും വലിയ കമ്പനിയായി അവർ മാറി. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കമ്പനികളിൽ ഒന്നായിരുന്നു അന്ന് റിം. മൈക്ക് ലെസാരിഡിസും ജിം ബാൽസിലിയും ടെക്നോളജി ലോകത്തെ താരങ്ങളായി. ഇനി ഇവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന് എല്ലാവരും വിചാരിച്ചു. എന്നാൽ 2007-ൽ തന്നെ മറ്റൊരു സംഭവം നടന്നു. ആപ്പിൾ കമ്പനിയുടെ സ്റ്റീവ് ജോബ്സ് പുതിയൊരു ഫോൺ അവതരിപ്പിച്ചു. ഐഫോൺ എന്നായിരുന്നു അതിന്റെ പേര്. ബ്ലാക്ക്ബെറിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു ഇത്. അതിന് കീബോർഡ് ഉണ്ടായിരുന്നില്ല. വലിയൊരു സ്ക്രീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിരൽ കൊണ്ട് തൊട്ട് പ്രവർത്തിപ്പിക്കുന്ന ടച്ച് സ്ക്രീൻ ആയിരുന്നു അത്. ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ വളരെ എളുപ്പമായിരുന്നു. പാട്ട് കേൾക്കാനും വീഡിയോ കാണാനും അത് മികച്ചതായിരുന്നു. ഐഫോൺ കണ്ടപ്പോൾ ബ്ലാക്ക്ബെറി മേധാവികൾ ചിരിച്ചു. കീബോർഡ് ഇല്ലാത്ത ഫോണിൽ എങ്ങനെ ടൈപ്പ് ചെയ്യും എന്ന് അവർ ചോദിച്ചു. ടച്ച് സ്ക്രീൻ കളിപ്പാട്ടം പോലെയാണെന്നും അത് അധികകാലം നിലനിൽക്കില്ലെന്നും അവർ വിശ്വസിച്ചു. മാത്രമല്ല, ഐഫോണിന്റെ ബാറ്ററി പെട്ടെന്ന് തീരും. സുരക്ഷ കുറവാണ്. അതുകൊണ്ട് ബിസിനസ്സുകാർ ഒരിക്കലും ഐഫോൺ വാങ്ങില്ലെന്ന് ബ്ലാക്ക്ബെറി ഉറപ്പിച്ചു. ഈ അമിത ആത്മവിശ്വാസമാണ് അവരുടെ പതനത്തിന് തുടക്കമിട്ടത്. എന്നാൽ ജനങ്ങൾക്ക് ഐഫോൺ ഇഷ്ടപ്പെട്ടു. വലിയ സ്ക്രീനിൽ കാര്യങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വിരൽ കൊണ്ട് സൂം ചെയ്യാനും ഫോട്ടോകൾ നീക്കാനും കഴിയുന്നത് പുതിയ അനുഭവമായിരുന്നു. സാവധാനം ബിസിനസ്സുകാരും ഐഫോണിലേക്ക് ആകർഷിക്കപ്പെട്ടു. കീബോർഡ് ഇല്ലെങ്കിലും ടൈപ്പ് ചെയ്യാൻ ശീലിച്ചപ്പോൾ അത് എളുപ്പമായി തോന്നി. ബ്ലാക്ക്ബെറിയുടെ ചെറിയ സ്ക്രീൻ പഴഞ്ചനായി തോന്നി തുടങ്ങി. ഐഫോണിന് പിന്നാലെ ഗൂഗിളും രംഗത്തെത്തി.
അവർ ആൻഡ്രോയിഡ് എന്ന പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. സാംസങ്, HTC തുടങ്ങിയ കമ്പനികൾ ആൻഡ്രോയിഡ് ഫോണുകൾ ഇറക്കി. ഇതും ടച്ച് സ്ക്രീൻ ആയിരുന്നു. ഇതിൽ ധാരാളം ആപ്പുകൾ ഉണ്ടായിരുന്നു. ഗെയിമുകൾ കളിക്കാൻ ആൻഡ്രോയിഡും ഐഫോണുമായിരുന്നു നല്ലത്. ബ്ലാക്ക്ബെറിയിൽ നല്ല ഗെയിമുകളോ ആപ്പുകളോ ഉണ്ടായിരുന്നില്ല. വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ ആപ്പുകൾ ടച്ച് ഫോണുകളിൽ ഉപയോഗിക്കാനായിരുന്നു കൂടുതൽ എളുപ്പവും ഭംഗിയും. വിപണി കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ ബ്ലാക്ക്ബെറി ഭയന്നു. അവർ പെട്ടെന്ന് ഒരു ടച്ച് സ്ക്രീൻ ഫോൺ ഇറക്കി. ബ്ലാക്ക്ബെറി സ്റ്റോം എന്നായിരുന്നു അതിന്റെ പേര്. പക്ഷേ അത് വലിയ പരാജയമായിരുന്നു. ഐഫോണിനെ അനുകരിക്കാൻ ശ്രമിച്ചുണ്ടാക്കിയ ആ ഫോൺ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. സോഫ്റ്റ്വെയർ നിറയെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വാങ്ങിയവരെല്ലാം അത് തിരികെ നൽകി. ഇത് ബ്ലാക്ക്ബെറിയുടെ പേര് ചീത്തയാക്കി. ഐഫോണിലും ആൻഡ്രോയിഡിലും ആപ്പുകളുടെ വസന്തമായിരുന്നു. എന്ത് കാര്യത്തിനും ആപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ബ്ലാക്ക്ബെറിയിൽ ആപ്പുകൾ കുറവായിരുന്നു. ഉള്ളവ തന്നെ കാണാൻ ഭംഗിയില്ലാത്തവയായിരുന്നു. ഡെവലപ്പർമാർക്ക് ബ്ലാക്ക്ബെറിക്ക് വേണ്ടി ആപ്പ് ഉണ്ടാക്കാൻ താല്പര്യം കുറഞ്ഞു. എല്ലാവരും ഐഫോണിനും ആൻഡ്രോയിഡിനും വേണ്ടി ആപ്പുകൾ ഉണ്ടാക്കി. ഇൻസ്റ്റഗ്രാം പോലുള്ള ആപ്പുകൾ ബ്ലാക്ക്ബെറിയിൽ കിട്ടില്ലായിരുന്നു. ഇത് യുവാക്കളെ ബ്ലാക്ക്ബെറിയിൽ നിന്ന് അകറ്റി. ബ്ലാക്ക്ബെറി മെസഞ്ചർ അഥവാ BBM ആയിരുന്നു അവരുടെ പിടിവള്ളി. BBM വേണമെങ്കിൽ ബ്ലാക്ക്ബെറി ഫോൺ തന്നെ വാങ്ങണമെന്ന നിർബന്ധം അവർ പിടിച്ചു. എന്നാൽ അപ്പോഴേക്കും വാട്സപ്പ് വന്നിരുന്നു. വാട്സപ്പ് എല്ലാ ഫോണിലും കിട്ടുമായിരുന്നു. ഐഫോണിലും ആൻഡ്രോയിഡിലും എല്ലാം വാട്സപ്പ് ഉപയോഗിക്കാം. സൗജന്യമായി ആർക്കും മെസ്സേജ് ചെയ്യാം. ഇതോടെ BBM ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ആരും ബ്ലാക്ക്ബെറി വാങ്ങാതായി. വർഷങ്ങൾക്ക് ശേഷം അവർ BBM മറ്റ് ഫോണുകൾക്ക് നൽകിയെങ്കിലും അപ്പോഴേക്കും സമയം വൈകിയിരുന്നു. കമ്പനിയുടെ തലപ്പത്ത് 2 പേർ ഉണ്ടായിരുന്നല്ലോ, മൈക്കും ജിമ്മും. ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങി. ഒരാൾക്ക് പഴയ രീതിയിൽ തുടരാൻ താല്പര്യം, മറ്റേയാൾക്ക് മാറ്റങ്ങൾ വേണം എന്ന ആഗ്രഹം. കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ടാബ്ലറ്റ് വിപണി പിടിക്കാൻ അവർ പ്ലേബുക്ക് എന്ന ഉപകരണം ഇറക്കി. പക്ഷേ അതിൽ ഇമെയിൽ അയക്കാൻ കഴിയില്ലായിരുന്നു. ബ്ലാക്ക്ബെറി ഫോണുമായി ബന്ധിപ്പിച്ചാൽ മാത്രമേ ഇമെയിൽ കിട്ടൂ. ഇതൊരു വലിയ മണ്ടത്തരമായിരുന്നു. അതും പരാജയപ്പെട്ടു. എല്ലാം കൈവിട്ടു പോകുമെന്ന് ഉറപ്പായപ്പോൾ അവർ പുതിയൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. ബ്ലാക്ക്ബെറി 10 എന്നായിരുന്നു അതിന്റെ പേര്. ഇത് അത്യാധുനികമായിരുന്നു. ടച്ച് സ്ക്രീനിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതായിരുന്നു ഇത്. ഇതിൽ പ്രവർത്തിക്കുന്ന പുതിയ ഫോണുകൾ 2013 അവർ ഇറക്കി. Z10, Q10 എന്നീ ഫോണുകൾ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രവർത്തിക്കാൻ നല്ല വേഗതയും ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും 2013 ആയി. ആപ്പിളും ഗൂഗിളും ബഹുദൂരം മുന്നിലെത്തിയിരുന്നു. ആരും ബ്ലാക്ക്ബെറി വാങ്ങാൻ തയ്യാറായില്ല. വിപണിയിൽ നിന്ന് അവർ പൂർണ്ണമായും പുറത്തായി. കമ്പനി വലിയ നഷ്ടത്തിലായി. ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിട്ടു. ഓഹരി വില തറപറ്റി. കമ്പനി പൂട്ടിപ്പോകുമെന്ന് എല്ലാവരും കരുതി. ആ സമയത്താണ് ജോൺ ചെൻ എന്ന പുതിയ CEO വരുന്നത്. അദ്ദേഹം വന്ന് കാര്യങ്ങൾ പഠിച്ചു. ഇനി ഫോൺ വിറ്റിട്ട് കാര്യമില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സാംസങ്ങിനോടും ആപ്പിളിനോടും മത്സരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിനാൽ അദ്ദേഹം കടുത്ത ഒരു തീരുമാനമെടുത്തു. ഫോൺ നിർമ്മാണം അവസാനിപ്പിക്കുന്നു. 2016 ബ്ലാക്ക്ബെറി ഒരു പ്രഖ്യാപനം നടത്തി. ഇനി ഞങ്ങൾ സ്വന്തമായി ഫോൺ ഉണ്ടാക്കില്ല. ഇത് ലോകത്തെ ഞെട്ടിച്ചു. ഒരു കാലത്ത് ഫോൺ വിപണിയിലെ രാജാവായിരുന്ന കമ്പനി തോൽവി സമ്മതിച്ചു. TCL എന്ന ചൈനീസ് കമ്പനിക്ക് ബ്ലാക്ക്ബെറി എന്ന പേരിൽ ഫോൺ ഇറക്കാൻ അവർ അനുവാദം നൽകി. കുറച്ചുനാൾ കൂടി ആ പേരിൽ ഫോണുകൾ ഇറങ്ങിയെങ്കിലും പഴയ പ്രതാപം കിട്ടിയില്ല. ഒടുവിൽ അതും നിന്നു. ഫോൺ നിർമ്മാണം നിർത്തിയെങ്കിലും ബ്ലാക്ക്ബെറി എന്ന കമ്പനി മരിച്ചില്ല. അവർ പുതിയൊരു മേഖല കണ്ടെത്തി. സോഫ്റ്റ്വെയർ സുരക്ഷ, സൈബർ സെക്യൂരിറ്റി എന്ന രംഗത്ത് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ലോകത്തിലെ വലിയ ബാങ്കുകൾക്കും സർക്കാരുകൾക്കും ആവശ്യമായ സുരക്ഷാ സോഫ്റ്റ്വെയറുകൾ അവർ നൽകാൻ തുടങ്ങി. ഹാക്കർമാരിൽ നിന്ന് കമ്പ്യൂട്ടറുകളെ സംരക്ഷിക്കാൻ അവർ സഹായിച്ചു. സൈലൻസ് എന്നൊരു വലിയ സുരക്ഷാ കമ്പനിയെ അവർ വാങ്ങി. ബ്ലാക്ക്ബെറി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതും വളരെ ശക്തമായി തന്നെ. പക്ഷേ ഇത്തവണ അത് നമ്മുടെ പോക്കറ്റിലല്ല, മറിച്ച് നമ്മുടെ കാറുകളിലാണ് എന്ന് മാത്രം. ഇന്ത്യൻ നിരത്തുകളിലൂടെ ഓടുന്ന പല ആധുനിക കാറുകളുടെയും തലച്ചോറ് ഇന്ന് പ്രവർത്തിക്കുന്നത് ബ്ലാക്ക്ബെറിയുടെ സാങ്കേതിക വിദ്യയിലാണ്. സ്മാർട്ട് ഫോൺ വിപണി നഷ്ടമായെങ്കിലും ബ്ലാക്ക്ബെറി തങ്ങളുടെ ശ്രദ്ധ സോഫ്റ്റ്വെയർ രംഗത്തേക്ക് തിരിച്ചു. QNX എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെയാണ് ബ്ലാക്ക്ബെറി ഈ തിരിച്ചുവരവ് നടത്തിയത്. ഇന്ന് ലോകത്തിലെ മുൻനിര വാഹന നിർമ്മാതാക്കളെല്ലാം തങ്ങളുടെ വാഹനങ്ങളിൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ബ്ലാക്ക്ബെറിയുടെ ഈ 2ാം ജന്മത്തിൽ ഇന്ത്യക്ക് വലിയൊരു പങ്കുണ്ട്. ഇന്ത്യയാണ് ഇപ്പോൾ ബ്ലാക്ക്ബെറിയുടെ പ്രധാന പ്രവർത്തന കേന്ദ്രങ്ങളിൽ ഒന്ന്. ഹൈദരാബാദിൽ ബ്ലാക്ക്ബെറി ഒരു വലിയ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്നാണ് ഇന്ത്യൻ എഞ്ചിനീയർമാർ ലോകമെമ്പാടുമുള്ള കാറുകൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയറുകൾ വികസിപ്പിക്കുന്നത്. മഹീന്ദ്രയുടെ XUV 700 പോലുള്ള പ്രമുഖ വാഹനങ്ങളിൽ ബ്ലാക്ക്ബെറിയുടെ QNX സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. കാറിലെ ഡിജിറ്റൽ കോക്പിറ്റ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്നിവയൊക്കെ പ്രവർത്തിക്കുന്നത് ഇതിന്റെ സഹായത്തോടെയാണ്. ഇന്നത്തെ കാറുകൾ പഴയതുപോലെയല്ല, അവ ചലിക്കുന്ന കമ്പ്യൂട്ടറുകൾ പോലെയാണ്. ഒരു വിമാനത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കോഡിങ്ങുകൾ ഇന്നത്തെ ആധുനിക കാറുകളിൽ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വസനീയമായ ഒരു സോഫ്റ്റ്വെയർ കാറുകൾക്ക് അത്യന്താപേക്ഷിതമാണ്. ലിനക്സ് പോലുള്ള ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകളെ അപേക്ഷിച്ച് ബ്ലാക്ക്ബെറിയുടെ QNX കൂടുതൽ സുരക്ഷിതമാണ്. കാറിലെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്തിന് തകരാർ സംഭവിച്ചാൽ പോലും അത് മുഴുവൻ സംവിധാനത്തെയും ബാധിക്കാത്ത രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. മൈക്രോ കേർണൽ എന്ന സാങ്കേതിക വിദ്യയാണ് ഇതിന് സഹായിക്കുന്നത്. ഇന്ത്യയിൽ ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര തുടങ്ങിയ വമ്പൻ കമ്പനികൾ ബ്ലാക്ക്ബെറിയുമായി സഹകരിക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് ഈ സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകാനും ബ്ലാക്ക്ബെറി ശ്രദ്ധിക്കുന്നു. ഇന്ത്യയിലെ കാർ വിപണി വളരുന്നതും ഇവിടത്തെ എഞ്ചിനീയറിംഗ് പ്രതിഭകളും ബ്ലാക്ക്ബെറിയെ ഇന്ത്യയിലേക്ക് അടുപ്പിച്ചു. ലോകത്ത് ഏകദേശം 25 കോടിയിലധികം വാഹനങ്ങളിൽ ഇപ്പോൾ ബ്ലാക്ക്ബെറി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്.
ചുരുക്കത്തിൽ സ്മാർട്ട് ഫോൺ ലോകത്ത് നിന്ന് പുറത്തായെങ്കിലും വാഹന ലോകത്തിലൂടെ ബ്ലാക്ക്ബെറി ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ഈ തിരിച്ചുവരവിന്റെ കഥയിൽ ഇന്ത്യ ഒരു പ്രധാന കഥാപാത്രവുമാണ്. കാനഡയിൽ ജനിച്ച ഒരു കമ്പനിയുടെ ഭാവി ഇപ്പോൾ ഹൈദരാബാദിലെ എഞ്ചിനീയർമാരുടെ കൈകളിലാണെന്ന് നിസ്സംശയം പറയാം. ഇന്ന് ബ്ലാക്ക്ബെറി ഒരു ഫോൺ കമ്പനിയല്ല, അവർ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. നമ്മൾ പഴയ ബ്ലാക്ക്ബെറി ഫോണുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ തോന്നും. ആ ചെറിയ ബട്ടണുകളിൽ ടൈപ്പ് ചെയ്ത വേഗതയും BBM മെസ്സേജ് വരുമ്പോൾ മിന്നുന്ന ചുവന്ന ലൈറ്റും എല്ലാം ഒരു തലമുറയുടെ ഓർമ്മയാണ്. ബിസിനസ് ലോകത്തെ എപ്പോഴും കർമ്മനിരതരാക്കാൻ പഠിപ്പിച്ചത് അവരായിരുന്നു. ജോലിസ്ഥലത്തെ ആശയവിനിമയം ഇത്ര എളുപ്പമാക്കിയത് അവരായിരുന്നു. സ്മാർട്ട് ഫോൺ എന്ന ആശയം ലോകത്തിന് പരിചയപ്പെടുത്തിയത് ബ്ലാക്ക്ബെറിയാണ്. അവർ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ സ്മാർട്ട് ഫോണുകൾ ഇങ്ങനെയാവില്ലായിരുന്നു. അവർ തുടങ്ങിവെച്ച പാതയിലൂടെയാണ് ആപ്പിളും ഗൂഗിളും സഞ്ചരിച്ചത്. ഒടുവിൽ ശിഷ്യന്മാർ ഗുരുവിനേക്കാൾ വളർന്നു. ഗുരു വഴി മാറിക്കൊടുത്തു. അതാണ് ചരിത്രം.